ക്രിസ്തുവിന്റെ കഴിവെന്താ? നിനക്കും എനിക്കും മുമ്പേ അഗ്നിശോധന ചെയ്യപ്പെട്ടിട്ട് അതിലൂടെ അവൻ ഉത്ഥാനം ചെയ്തിട്ട് ഇന്നും നമ്മുടെ കൂടെ ജീവിച്ചുകൊണ്ട് നമ്മൾ അവനെ ദൈവമെന്ന് വിളിച്ച് യേശു കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് നദരം കൊണ്ട് ഏറ്റുപറയുമ്പോഴേ ദൈവം അവനെ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴേ അവൻ നേടിയെടുത്ത കൃപ രക്ഷ നമ്മൾക്ക് ഇന്നും പ്രാപിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ വിശ്വാസം വിലവെപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ആധ്യാത്മികമായ ഉത്തരവാദിത്തമാണ്. വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല, കേവല വിശ്വാസമായിരിക്കും. അതിനെ വിലവെപ്പിച്ചെടുക്കണം എങ്ങനെയാണ്? ഇപ്പൊ നിങ്ങൾ ഉടമ്പടി തേയിലം തേക്കുന്നു, ചെറുതായിട്ടും തേച്ചാൽ മതി, അപ്പൊ തന്നെ ഹാർട്ട് അസുഖം മാറും. പക്ഷെ എന്നോട് പറഞ്ഞിരിക്കണത് ഇപ്പൊ തേക്കേണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താ കാര്യം? നിന്റെ സഹനം ഇനിയും നീ തന്നിട്ടുണ്ടായിരിക്കും. എനിക്ക് കിഡ്നിയുടെ അസുഖമുണ്ട്, പക്ഷെ ഞാനത് ബോധപൂർവ്വം എനിക്കറിയാം എന്റെ അസുഖം മാറേണ്ട കാലം ചിലപ്പോൾ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ അനുഗ്രഹം ചിലപ്പോൾ സെക്കൻഡുകൾക്ക് കിട്ടും. എന്നോട് പറയും, നിനക്കത് അസൈൻമെന്റ് ചെയ്ത് തന്നിരിക്കുകയാണ്, നിനക്കത് കൃപയുടെ ഭാഗമായി തന്നിരിക്കുകയാണ്. നീ കൈ ഉയർത്തുമ്പോൾ നിന്റെ ജനത്തിന്റെ മേൽ ഞാൻ അലിവ് തോന്നണമെന്നുണ്ടെങ്കിൽ നീ എന്റെ പിടാസേന പങ്കെടുത്തതിന്റെ ക്രെഡിബിലിറ്റി നിന്റെ കയ്യിൽ ഉണ്ടാകണം. അതുകൊണ്ട് നിന്റെ സഹനങ്ങള് ഇപ്പോഴെങ്കിലും ഞാൻ മാറ്റത്തില്ല. കാര്യം സഹനമാണ് ബലം എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ ബലം. നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് എന്താ ബലം? കുഞ്ഞുങ്ങൾക്ക് ബലം കരച്ചിലാണ് ബലം. പക്ഷികൾക്ക് എന്താ ബലം? ആകാശമാണ് ബലം. അതുപോലെ തന്നെ മത്സ്യത്തിന് എന്താ ബലം? ജലമാണ് ബലം. ഒരു വിശ്വാസിക്ക് എന്താ ബലം? സഹനമാണ് ബലം.